നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കൊച്ചിൻ പാലിയേറ്റീവ് കെയർ ടീമിന്റെ നേതൃത്വത്തിൽ ലോക പാലിയേറ്റീവ് ദിനാചരണം ആചരിച്ചു. കൊച്ചിൻ പാലിയേറ്റീവ് കെയർ ടീമിന്റെ നേതൃത്വത്തിൽ ലോക പാലിയേറ്റീവ് ദിനാചരണം ആചരിച്ചു. CP പൊന്നിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വെച്ച് മെഡിക്കൽ സൂപ്രണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ്, ഗവൺമെന്റ് വുമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ മട്ടാഞ്ചേരി ഡോക്ടർ സിസി തങ്കച്ചൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നത്തെ ദിവസത്തിന്റെ എൻ്റെ ഒരു സന്ദേശം എന്ന് പറയാൻ ടു കെയർ എന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരും സമൂഹത്തിൽ ആദ്യം ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾക്കാണ് ഒരു രോഗിയുടെ അല്ലെങ്കിൽ പാലിയേറ്റീവായിട്ടുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ അടിത്തട്ട് അറിയാൻ കഴിവുള്ളവരും അതിൽ നിന്നാണ് പിന്നെ ഞങ്ങളെ മേപ്പോട്ടുള്ളവരെ നിങ്ങൾക്ക് അറിയിക്കാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമാവാൻ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ആദ്യം നിങ്ങളുടെ വീട്ടിൽ നല്ല ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ വീട്ടിൽ ഒരു രോഗി. സാജൻ പള്ളുരുത്തി മുഖ്യാതിഥിയായി. വിഷം കഴിച്ച് മരിച്ചവനല്ല ഇനി എന്നെ വന്ന് ഉപദേശിക്കണത്. വിഷം കഴിക്കരുത് കേട്ടോ. അത് വിഷം കഴിച്ച് മരിച്ചവനാണ് വന്ന് ഉപദേശിക്കണത്? ഇല്ല. പിന്നെ അവൻ എന്തിനാണ്? അപ്പം ഞാൻ ചോദിക്കും, അനുഭവങ്ങളുള്ളവനല്ലേ എന്നോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഉപദേശം രണ്ട് രീതിയിലാണ്. എങ്ങനെയാണ്? ഒന്ന്, നമ്മുടെ ഉപദേശം കൊണ്ട് ഒരാൾ നന്നാകണം. മറ്റൊന്ന്, ഈ ഉപദേശത്തിൽ ഞാൻ നല്ലവനാണെന്ന് അവൻ അറിയണം. രണ്ട് തരം ഉപദേശം നടക്കുന്ന ഒരു സ്ഥലമാണത്. രണ്ട് തരം ഉപദേശമല്ല. എനിക്ക് അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, അമ്മയായിരുന്നു എൻ്റെ. ഇതെല്ലാവർക്കും അറിയാവുന്നൊരു കഥകളാണ്. എനിക്ക് എന്നെ പെട്ടെന്ന് തകർക്കണമെങ്കിൽ എൻ്റെ നേരെ വെടിവെക്കണ്ട, ബോംബിടണ്ട, കത്തിയെടുത്ത് കുത്തണ്ട. കൊച്ചിൻ ഒബ്സ്ട്രിക് ആൻഡ് ഗൈനക്കോളജിക്കൽ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഗ്രേസി തോമസ് ലോക പാലിയേറ്റീവ് ദിന സന്ദേശം നൽകി. റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ നൈറ്റ്സ് പ്രസിഡന്റ് ബിജു എബ്രഹാം, റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ നൈറ്റ്സ് സെക്രട്ടറി അലക്സ് BT തോമസ്, കൊച്ചിൻ ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജിക്കൽ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഗ്രേസി തോമസ്, കൊച്ചിൻ ഒബ്സ്ട്രിക് ആൻഡ് ഗൈനക്കോളജിക്കൽ സൊസൈറ്റി പ്രൊഫസർ ഡോക്ടർ ഫെസി ലൂയിസ്, കൊച്ചിൻ ഒബ്സ്ട്രിക് ആൻഡ് ഗൈനക്കോളജിക്കൽ സൊസൈറ്റി HOD അമൃത ഫെസിലിറ്റി സെന്റർ എന്നിവർ ചേർന്ന് മെഡിക്കൽ ഉപകരണ വിതരണം നടത്തി. 10ാം ഡിവിഷൻ കൗൺസിലർ ബാസ്റ്റൻ ബാബു, പാലിയേറ്റീവ് കെയർ നഴ്സ് സിസ്ലി പോൾ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു പോകും. കാരണം ഒരു കൗൺസിലർ പോലും നിസ്സഹായനായി നിൽക്കുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ എനിക്കത് ഇന്നേ വരെ തോന്നിയിട്ടില്ല. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പൊന്നചേട്ടൻ സമ്മതിച്ചിട്ടില്ല. കാരണം എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഈ ഡിവിഷനിൽ മാത്രമല്ല എൻ്റെ കോള് വരുന്നത് അറിയാം, മറ്റു പല ഡിവിഷനിൽ നിന്ന് വരെ. കാര്യം ഇപ്പൊ പൊന്നചേട്ടനെ വിളിപ്പിക്കുന്നത് എന്നെ കൊണ്ടാണ്. ആശാ വർക്കർ രത്ന നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.